ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ്. നമുക്ക് ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ലൈനാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ ഒന്ന് പോയി തൊടണം, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ നെക്കിന് വിഡ്ത്ത് വേണ്ടത് ആ വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3.5 എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വിഡ്ത്ത് വേണ്ട ആ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്യുക. രണ്ട് സൈഡിലും അതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ലെങ്ത്തായിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തും ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്കിവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഏത് ഡിസൈനാണോ ചെയ്യാൻ നോക്കുന്ന ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ ഫുള്ള് ലീഫ് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ ഫ്ലവേഴ്സ് ഒന്നും ചെയ്യുന്നില്ല, ലീഫ് വെച്ചിട്ട് മാത്രമുള്ള ഒരു എംബ്രോയിഡറിയാണ്. നമുക്കിത് വേണമെങ്കിൽ നെക്കിൽ ആ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നെക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് ഓരോരുത്തരുടെയും ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ ലീഫ് വരച്ചു കൊടുത്തൂടെയൊക്കെ സെൻറ്ററിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ യൂസ് ചെയ്തേക്കുന്നത് ആങ്കർ ത്രെഡാണ്. ഇത് 2 ലെയറായിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടില്ല, അതായത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് താഴെ വരെ ഇട്ടിട്ട് കെട്ടിയിട്ടേക്കാണ്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ തണ്ട് പോലത്തെ ഇത് നമുക്ക് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പം കാണുന്നില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് വിട്ടിട്ട് മാറ്റിയിട്ട് നീഡിൽ ഇറക്കുക താഴത്തേക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വരുന്ന ഭാഗത്തു നിന്നായിട്ട് നീഡിൽ പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് ഇതേ ഒരു ഈ ഒരു ഇത് തന്നെ വീണ്ടും ഒന്നും കൂടെ താഴത്തേക്ക് ഇറക്കാം. ഇങ്ങനെ തന്നെയാണ് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇത് കാണുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. പിന്നെ കുറച്ച് ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു എംബ്രോയിഡറി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ, അതൊന്ന് കണ്ടു നോക്കണേ. ഈ ഒരു പോർഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ, ഇതിൽ ഡൗട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഇത് സിമ്പിളല്ലേ, ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിനകത്തും ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ അവസാനത്തെ ലീഫ് വെച്ച് അവിടം വരെ ഇത് നമുക്കിതുപോലെ തന്നെ ചെയ്തു പോവാം. ഇനി നമുക്കിതിൻ്റെ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ലീഫിൻ്റെ ഏറ്റവും എൻഡിൽ നീഡിൽ പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം ഇത് കുറച്ചൊന്ന് ഇത്രയും ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇത് കാണത്തില്ലേ, ഇതുപോലെ ഒന്ന് താഴത്തേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ സൈഡിൽ നിന്നാണ് എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ആ ചെയ്തെടുത്തിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുക, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും എടുക്കുക. ഇപ്പോൾ ഇവിടുന്ന് എടുത്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും എടുക്കുക. എന്നിട്ട് അത്
സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ആ ചെയ്തേക്കുന്നതിൻ്റെ ആ സെൻറ്ററിലേക്ക് തന്നെ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ കൊണ്ടുവരാം. എന്നിട്ട് ഇതിങ്ങനെ ലോക്കാക്കുക, കണ്ടില്ലേ? അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്കാവും. എന്നിട്ട് നമുക്ക് ഇനി ഇത് താഴത്തേക്ക് ഒന്നും കൂടെ ലോക്കാക്കാം. കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫുള്ളായിട്ടും ചെയ്യുന്നത്. അപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ആദ്യം എടുക്കുക, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക, എന്നിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ലോക്ക് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുന്നേക്കാളും നല്ലത് കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത് തന്നെയാണ് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ നെക്കിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ തണ്ട് ചെയ്തില്ലേ, അതാണ് നമ്മൾ നെക്കിലും കൊടുക്കുന്നത്. അപ്പം നമുക്കിതിനി ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓരോ ലീഫും നമുക്ക് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി അപ്പുറത്തെ സൈഡിലും ഇത് കഴിഞ്ഞാൽ ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അത് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്